ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ലേഡീസിന് ചില ആൾക്കെങ്കിലും ഡൗട്ടുള്ള ഒരു കാര്യമാണ് മെൻസിൻ്റെ ഷർട്ട് എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പെർഫെക്റ്റ് ആയിട്ട് അയൺ ചെയ്യാന്നുള്ളത്. അതും കൂടി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ അയൺ ചെയ്യാൻ ഇറങ്ങുമ്പോൾ തന്നെ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതുപോലൊരു സ്പ്രെയർ, അതിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അത് കരുതുക എന്നുള്ളതാണ്. എസ്പെഷ്യലി നമ്മൾ മെൻസിൻ്റെ ഷർട്ടാണെങ്കിലും പാൻറ്റാണെങ്കിലും പിന്നെ ഏത് കോട്ടൺ ഡ്രസ്സാണെങ്കിലും കുട്ടികളുടെ യൂണിഫോം ആണെങ്കിലും നമ്മൾ ഒരു മസ്റ്റായിട്ട് കരുതേണ്ട ഒരു കാര്യമാണ് ഇതുപോലുള്ളൊരു ചെറിയൊരു സ്പ്രെയർ. അത് നമ്മൾ അയൺ ബോക്സിൻ്റെ അടുത്ത് അല്ലെങ്കിൽ അയൺ ടേബിളിൻ്റെ അടുത്ത് തന്നെ എപ്പോഴും വെക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ അയൺ ബോക്സിൽ നമ്മൾ വെള്ളം ഫില്ല് ചെയ്തിട്ട് സ്പ്രേ ചെയ്യുന്ന ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇതൊരു കോട്ടൺ ടോപ്പാണ് ചുരിദാറിൻ്റെ. അപ്പോൾ നന്നായി ചുളിഞ്ഞിട്ടുണ്ട്. നമ്മൾ സാധാരണ അയൺ ചെയ്യുന്നതും ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അയൺ ചെയ്യുന്നതും വലിയൊരു ഡിഫറൻസാണ്. പിന്നെ വളരെ സോഫ്റ്റ് കോട്ടൺ ലേഡീസ് ടോപ്പൊക്കെ ആണെങ്കിൽ നമുക്കറിയാം ഓരോ പ്രാവശ്യം നമ്മൾ വാഷ് ചെയ്യുമ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചുരുങ്ങുന്നത് പോലെ ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ സ്പ്രേ ചെയ്തിട്ട് മസ്റ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് അധികം ചുരുങ്ങാതെ തന്നെ ടോപ്പ് ചെയ്യുന്ന യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരേ ടൈപ്പിലുള്ള ഡ്രസ്സ് ഒന്നിച്ച് അയൺ ചെയ്യാൻ നോക്കുക. ഇപ്പോൾ കോട്ടൺ ആണെങ്കിൽ ഒരു 4-5 കോട്ടൺ ഡ്രസ്സ് ഒന്നിച്ച് അയൺ ചെയ്യുക. പിന്നെ നമ്മളെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ അതൊന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് കോട്ടൺ ഒന്നിച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ പോളിസ്റ്ററിൻ്റെ ഡ്രസ്സ് വരുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്നിച്ച് ചെയ്യുക. പിന്നെ കട്ടിയുള്ള ജീൻസ് ആണെങ്കിൽ ആ ഒരു ടൈപ്പുള്ളത് ഒന്നിച്ച് ചെയ്യുക. അതെന്തിനാന്ന് വെച്ചാൽ നമ്മൾ ഓരോ പ്രാവശ്യം ഓരോ ടൈപ്പ് മെറ്റീരിയൽ ഇങ്ങനെ അയൺ ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ആ ഒരു ടെമ്പറേച്ചർ മോഡ് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കണ്ടല്ലോ. അപ്പോൾ ഒരേ ടെമ്പറേച്ചറിൽ തന്നെ കുറച്ച് സമയം ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത്. അപ്പോൾ വളരെ സോഫ്റ്റിലാണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് കൊണ്ടുവന്ന് അയൺ ചെയ്യുമ്പം അത് കത്തിപ്പോകാൻ അല്ലെങ്കിൽ ചുരുങ്ങിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ഇട്ടിട്ട് ഫസ്റ്റ് അയൺ ചെയ്തതിന് മുമ്പേ ഡയറക്റ്റ് ഡ്രസ്സിൻ്റെ മുകളിലേക്ക് കയറ്റി വെക്കാണ്ട് ഒന്ന് അയൺ ചെയ്യുന്ന ടേബിളിൻ്റെ മുകളിലുള്ള ക്ലോത്തിലേക്ക്, അതിനുശേഷം മാത്രമേ നമ്മൾ ഡ്രസ്സിൻ്റെ മുകളിലേക്ക് അയൺ ബോക്സ് വെക്കാൻ പാടുള്ളൂ. അതൊന്ന് ടെമ്പറേച്ചർ ബാലൻസ് ചെയ്യുന്നതിന് ഹെൽപ്പ് ആവും. ഇനിയുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം, ഇതുപോലുള്ള ലൈറ്റ് കളർ ഷർട്ട്സ് അല്ലെങ്കിൽ വൈറ്റിലുള്ള നമ്മുടെ കുട്ടികളുടെ യൂണിഫോമൊക്കെ നമ്മൾ അയൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലർക്കും മിസ്റ്റേക്ക് പറ്റുന്നതാണിത്. അയൺ ബോക്സിൻ്റെ പിറകിൽ പിടിച്ചിരിക്കുന്ന ഈ ഒരു കറ കാണുന്നില്ലേ, ഇത് റിമൂവ് ചെയ്തിട്ട് മാത്രമേ നമ്മൾ ഈ വൈറ്റ് ഷർട്ട് തേക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ കോളറിൽ തന്നെ ഫസ്റ്റ് നമ്മൾ അയൺ ചെയ്യുമ്പോൾ ഇതൊക്കെ പിടിച്ചിട്ടുണ്ടാവും. ചില ടൈപ്പ് മെറ്റീരിയൽ നമ്മൾ അയൺ ചെയ്യുമ്പോൾ പറ്റുന്നതാണ് ഈ ഒരു കറ. പിന്നെ ചില ഡാർക്ക് കളറിലുള്ള ഡ്രസ്സ് നമ്മൾ അയൺ ചെയ്യുമ്പോൾ അതിൻ്റെ കറയൊക്കെ ഇങ്ങനെ വല്ലാണ്ട് പിടിച്ചിരിക്കും. അപ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് റിമൂവ് ചെയ്യാം. ഇത് കണ്ടില്ല, എൻ്റെ കയ്യിലൊരു പഴയ പാരസെറ്റമോളിൻ്റെ ഒരു പാക്ക് ഉണ്ട്. ഇപ്പോൾ കൊറോണ ഒക്കെ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ഇത് സ്റ്റോക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇതിൽ നിന്നൊന്നെടുക്കാം. അയൺ ബോക്സ് നന്നായി ചൂടാക്കുക. പറ്റുകയാണെങ്കിൽ വളരെ മാക്സിമത്തിൽ തന്നെ ടെമ്പറേച്ചർ വെക്കാം. പിന്നെ ആ ഒരു ടാബ്ലറ്റ് എടുത്തിട്ട് നമുക്കിതിൻ്റെ കറയുള്ള ഏത് ഭാഗത്താണെന്ന് വെച്ചാൽ അവിടെ ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പേ ഞാനൊരു ടിഷ്യൂ എടുത്തിട്ടുണ്ട്. കുറച്ച് റഫായിട്ട് നമ്മൾ കിച്ചൺ ടിഷ്യൂ എടുത്തിട്ട് ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് അവിടെ വെക്കാം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ മക്കളെ കൊണ്ട് അല്ലെങ്കിൽ ചെറിയ കുട്ടികളെ കൊണ്ട് ഇതൊന്നും ചെയ്യിക്കാണ്ടിരിക്കാൻ പ്രത്യേകം നോക്കണേ. അപ്പോൾ വലിയ ആൾക്കാർ മാത്രം ഇത് ചെയ്യുക. കുട്ടികൾ അയൺ ചെയ്യുന്നുണ്ടെങ്കിലും ഈ ഒരു കാര്യം അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാണ്ടിരിക്കാം. കണ്ടില്ലേ, പാരസെറ്റമോൾ ഇങ്ങനെ ഒരു സൈഡിലായിട്ട് പിടിച്ചിട്ട് നമുക്കിങ്ങനെ തേച്ച് കൊടുക്കാം. അപ്പോൾ നല്ല ചൂടായിട്ടില്ലോണ്ടന്നെ നമ്മൾ കൈ ടച്ച് ചെയ്യാണ്ടിരിക്കാൻ വളരെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ തേച്ച് കൊടുക്കുമ്പോൾ തന്നെ ആ ഒരു ചളി ഇങ്ങനെ ഇളകി ലിക്വിഡ് ഫോമിലായിട്ടുണ്ടാവും. ആ ഒരു ടൈമിൽ നമുക്കിതാ ഈ ഒരു ടിഷ്യൂ എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആ ചളി മൊത്തമായിട്ട് അതിൽ പിടിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു 2-3 പ്രാവശ്യം ആക്കി. ഇപ്പോൾ നമുക്കൊരു പാരസെറ്റമോൾ തികയുന്നില്ലെങ്കിൽ ഒരു 2 പാരസെറ്റമോളൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് റബ്ബ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ചളി കംപ്ലീറ്റ് ആയിട്ട് പോകും. അതിനുശേഷം മാത്രമേ നമ്മൾ ഈ വൈറ്റ് ഷർട്ട് അയൺ ചെയ്യാൻ പാടുള്ളൂ. കണ്ടില്ല, അയൺ ബോക്സിൻ്റെ അടിയിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ആയിട്ടുണ്ട്. നമ്മളെല്ലാ ചളിയും പോയിട്ടുണ്ട്. ഇനി നമുക്ക് അയൺ ചെയ്ത് തുടങ്ങാം വൈറ്റ് ഡ്രസ്സൊക്കെ. ചളിയൊന്നും ക്ലീൻ ചെയ്യാണ്ട് നമ്മൾ അയൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതാ അയൺ ബോക്സ് ഫസ്റ്റ് ടൈമിൽ നമ്മൾ ഈ ഒരു കോളറിൽ വെക്കുമ്പോൾ തന്നെ ആ ഒരു ചളിയൊക്കെ ഇതിന് പിടിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ഇതുവരെ ഈ ഒരു ട്രിക്ക് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നല്ല പുതിയ പാരസെറ്റമോളൊന്നും എടുക്കാൻ ഞാൻ പറയുന്നില്ല കേട്ടോ. പഴയത് നമ്മളെ വീട്ടിൽ എക്സ്പയർ ആയിട്ടാലും ഉണ്ടെങ്കിൽ അതൊന്നും കളയണ്ട കേട്ടോ. നമ്മൾ മക്കളൊന്നും കാണാത്ത രീതിയിൽ വേറെ ഇത് മാറ്റി വെച്ചാൽ ഇങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികളെ അല്ലെങ്കിൽ ഒരു 10 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ടീഷർട്ട്സ് ബനിയനൊക്കെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇത് പ്രിൻറ്റഡ് ഉണ്ടാവും, പിന്നെ സ്റ്റിക്കേഴ്സ് ഉണ്ടാവും, എസ്പെഷ്യലി ആ ഒരു ഫ്രണ്ടിൽ. അപ്പോൾ അങ്ങനെയുള്ള ടീഷർട്ട്സ് നമ്മൾ അയൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ബനിയനൊക്കെ ആണെങ്കിൽ ഒന്ന് മറിച്ചിട്ട് കൊടുത്തിട്ട് വേണം അത് അയൺ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ പ്രിൻറ്റ് അല്ലെങ്കിൽ സ്റ്റിക്കറൊക്കെ നമ്മളെ ആ ഒരു അയൺ ബോക്സിൽ പിടിച്ചിട്ട് ചളി കെട്ടിയതുപോലെ ഉണ്ടാവും. അപ്പോൾ പ്രിൻറ്റുള്ള അതേ ഒരു സൈഡ് നമുക്ക് മറിച്ചിട്ടിട്ട് നന്നായിട്ട് ഇവിടെ അയൺ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മറ്റേ സൈഡ് നന്നായിട്ട് ചുളിവൊക്കെ പോയിട്ടുണ്ടാവും. പിന്നെ കുട്ടികളുടെ പുതിയ ഡ്രസ്സ് മാത്രമല്ല, ഇതുപോലുള്ള പഴയ ഡ്രസ്സ് പിന്നെ വീട്ടിൽ കളിക്കുമ്പോൾ ഒക്കെ ഇടുന്ന ഡ്രസ്സൊക്കെ ആണെങ്കിലും നമ്മൾ ഇടയ്ക്കൊന്ന് അയൺ ചെയ്യണം. പ്രത്യേകിച്ച് കോട്ടണൊക്കെ ആണെങ്കിൽ അത് നല്ലൊരു ഭംഗി തോന്നിക്കും കുട്ടികൾ ഇട്ടാൽ തന്നെ. കണ്ടില്ലേ,
നന്നായിട്ട് ഇതിലൊരു പ്രിൻറ്റിൻ്റെ മുകളിലുള്ള ചുളിവൊക്കെ പോയിട്ടുണ്ട്. പിന്നെ അവസാനമായിട്ട് ഞാൻ ഒരു മെൻസ് ഷർട്ട് പെർഫെക്റ്റായിട്ട് ഇങ്ങനെ അയൺ ചെയ്യുന്നതും കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ മടിയുള്ളവരുണ്ടാവും അല്ലേ? എനിക്കും ഭയങ്കര ഇഷ്ടമൊന്നുമല്ല കേട്ടോ, അത്യാവശ്യം മടിയുണ്ട്. പക്ഷെ ഞാൻ ഒരു ഷർട്ടായിട്ട് അയൺ ചെയ്യാറില്ല. അയൺ ചെയ്യുമ്പം എത്രയൊക്കെ ഉണ്ട് അതൊക്കെ എടുത്തിട്ട് ഒന്നിച്ച് അയൺ ചെയ്യാറുള്ളത്. അപ്പോൾ സ്റ്റെപ്പ് 1 ആദ്യം തേക്കേണ്ടത് കോളറിൻ്റെ പിറകിലാണ്. അത് കഴിഞ്ഞ് കോളറിൻ്റെ ഫ്രണ്ട് സൈഡിൽ, അതായത് ഷർട്ടിൻ്റെ പുറത്ത് ആദ്യം തേക്കുക. അത് കഴിഞ്ഞിട്ട് ഷർട്ടിൻ്റെ അകത്ത് അതിങ്ങനെ അൺഫോൾഡ് ചെയ്തിട്ട് ഒരു 3-4 പ്രാവശ്യം തേക്കണം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് അവിടെ ഉള്ളതുപോലെ നന്നായി ഒന്ന് തേച്ച് കൊടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ വരുന്ന കോളറിൻ്റെ താഴെ വരുന്ന ഈ ഒരു പാർട്ട് ഉണ്ടല്ലോ, ചെറിയൊരു പീസ്, അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമ്മളൊന്ന് മടക്കി വെച്ചിട്ട് ആ ഒരു പാർട്ടും കൂടി നന്നായിട്ടും തേച്ച് കൊടുക്കാം. വെള്ളം സ്പ്രേ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇവിടെയൊക്കെ ചെറുതായിട്ടാണ് നമ്മൾ തേക്കാൻ പാടുള്ളൂ, പെട്ടെന്നല്ല, നല്ലോണം ശ്രദ്ധിച്ച് ഒരു കുറച്ച് ടൈം എടുത്തിട്ട് തേക്കുകയാണെങ്കിൽ നല്ല അതിൻ്റെ ആ ഒരു എല്ലാ സൈഡിലേക്കും നമുക്ക് ആയി കിട്ടും. ഇനി നമ്മൾ തേക്കേണ്ടതെന്ന് വെച്ചാൽ നെക്സ്റ്റ് കൈയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തേക്കുന്നത് വെച്ചാൽ റൈറ്റ് ഹാൻഡാണ്. റൈറ്റ് ഹാൻഡിൻ്റെ ഈ ഒരു കഫ് ഉണ്ടല്ലോ, ആ ഒരു ചെറിയ പാർട്ടാണ് നമ്മൾ ആദ്യം തേക്കേണ്ടത്. അകത്തുള്ള ആ ഒരു പീസ് ആദ്യം തേക്കാം. പിന്നെ നമ്മൾ പുറത്തുള്ളതും വളരെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന രീതിയിൽ തന്നെ ഒരു 4-5 പ്രാവശ്യം നന്നായി തേച്ച് കൊടുക്കാം. പിന്നെ ആ ഒരു കൈയിൻ്റെ മടക്ക് ഒരുപോലെ നിവർത്തി വെച്ചിട്ട് അവിടെ ഒന്ന് വെള്ളം സ്പ്രേ ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫോൾഡിങ്ങിന് കണക്കായി വെച്ചിട്ട് നന്നായി ഒരു 2-3 പ്രാവശ്യം തേച്ച് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ ഡബിൾ ഫോൾഡിങ് വരാത്ത രീതിയിൽ ഒറ്റൊരു സിംഗിൾ ലൈൻ വരുന്ന രീതിയിൽ വേണം നമ്മൾ തേക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കൈ ഒന്ന് തിരിച്ചിട്ടിട്ട് നന്നായി തേച്ച് കൊടുക്കാം. അപ്പോൾ ആ ഒരു ഷോൾഡറിൻ്റെ ഭാഗം, പിന്നെ നമ്മുടെ കൈയിൻ്റെ ബട്ടൺ ഇടുന്ന ആ ഒരു താഴ്ഭാഗം ഉണ്ടല്ലോ, അവിടെ നന്നായിട്ട് തേച്ച് കൊടുക്കുക. പിന്നെ അവിടെ ഒരു ചെറിയൊരു ഫോൾഡിങ് ഉണ്ടാവാറുണ്ട് ചില ഷർട്ടിന്, അതുപോലെ അവിടെ തന്നെ വെക്കാം, ബാക്കി തേച്ച് കൊടുക്കാം. പിന്നെ ലെഫ്റ്റ് ഹാൻഡാണ് സെയിം രീതിയിൽ തന്നെ നമുക്ക് ആദ്യം ആ ഒരു ചെറിയ പീസ് തേച്ച് കൊടുക്കുക. അത് നന്നായി സ്റ്റിഫായിട്ട് അയൺ ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കൈയിൻ്റെ ഭാഗം തേക്കുക. 2 കൈയും തേച്ച ശേഷം പിന്നെ നമ്മൾ ആ ഒരു ചെറിയ പോർഷൻസാണ് തേക്കേണ്ടത്. നമ്മുടെ ഫ്രണ്ട് സൈഡിലുള്ള പോക്കറ്റ് വരുന്ന സൈഡാണ് ഞാൻ ഫസ്റ്റ് തേക്കുന്നത്. അപ്പോൾ ആ ഒരു പീസ് മാത്രം നമ്മൾ അയൺ ബോക്സിൻ്റെ മുകളിൽ വെച്ച് നന്നായി സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട്, പിന്നെ പ്രത്യേകിച്ച് ആ ഒരു ബട്ടൺ ഹോൾഡറൊക്കെ നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് തന്നെ തേക്കുക, ഡബിൾ ഫോൾഡിങ് വരാത്ത രീതിയിൽ. ഇത് കഴിഞ്ഞ് നമ്മുടെ പോക്കറ്റ് പീസിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ആ ഒരു പോർഷൻ കൂടി നമ്മൾ തേച്ച് കൊടുക്കുക. പിന്നെ ഏറ്റവും ലാസ്റ്റായിട്ട് നമ്മൾ തേക്കേണ്ടത് നമ്മുടെ ഷർട്ടിൻ്റെ പുറം ഭാഗമാണ്, ആ ഒരു ലാസ്റ്റ് വലിയ പീസ്. അത് നന്നായി ആ ഒരു കോർണറിലും അതുപോലെ തന്നെ സ്റ്റിച്ചിങ് വരുന്ന ഭാഗത്തൊക്കെ പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചു കൊടുക്കാം. അപ്പോൾ ഇത്രയേ വളരെ സിമ്പിളാണ് ഷർട്ട് തേക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആണെന്നൊക്കെ വിചാരിച്ചിട്ടാണ് പലർക്കും മടി വരുന്നത്. പിന്നെ മെൻസ് ഷർട്ട് എപ്പോഴും നമ്മൾ ലേഡീസിൻ്റെ ടോപ്പൊക്കെ അതുപോലെ തന്നെ ചുരിദാറൊക്കെ നമ്മൾ അയൺ ചെയ്യും പോലെയല്ല, നന്നായി ശ്രദ്ധിച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് ചെയ്താലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് തോന്നുള്ളൂ. അപ്പോൾ വളരെ സിമ്പിളാണ്. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ, ബൈ.